ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 10ാമത്തെ ദിവസത്തെ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. 3 അനുഭവങ്ങൾ നമുക്ക് വേഗത്തിൽ ധ്യാനിക്കാം. 1, കർത്താവ് പറഞ്ഞ പ്രകാരം നീ എനിക്ക് വിലയേറിയവൻ. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്, വിലപ്പെട്ടവരാണ്. കർത്താവ് നമുക്ക് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ലോകം ഒരു മനുഷ്യനെ മൂല്യം കൽപ്പിക്കണമെങ്കിൽ, വില കൽപ്പിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവന്റെ ആരോഗ്യം, സമ്പത്ത്, അവന്റെ പദവി, ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയാണ് ലോകം വില കൽപ്പിക്കുക. പ്രിയമുള്ളവരെ, എന്നാൽ ലോകത്തിൽ പരാജയപ്പെട്ടവനെ ആരാണ് വില കൽപ്പിക്കുന്നത്? ചലനമറ്റവനെ, ആരോഗ്യം ക്ഷയിച്ചവനെ, പണമില്ലാത്തവനെ, പദവിയില്ലാത്തവനെ ലോകം എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ലോകത്തിന് ഒരു അളവുകോലുണ്ട്, എന്നാൽ ദൈവത്തിന്റെ അളവുകോൽ അതല്ല എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. വചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ പോലും, ഒന്നുമില്ലായ്മയിൽ, ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിൽ പോലും നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് വില കൽപ്പിക്കുന്നു. നാം അത്രത്തോളം വിലപ്പെട്ടവരായി തമ്പുരാൻ എണ്ണുന്നു. അതുകൊണ്ട് ലോകത്തിൽ ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നമ്മെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മെ കൊണ്ടൊരു മൂല്യമില്ല എന്ന് വിധി എഴുതിയാലും ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ കർത്താവ്, സർവശക്തനായ ദൈവം നിനക്ക് വില കൽപ്പിക്കുന്നുണ്ട്. നീ ദൈവത്തിന് വിലയേറിയവനാണ്. 2, നീ എനിക്ക് ബഹുമാന്യൻ എന്ന് കർത്താവ് പറയുന്നു. നീ എനിക്ക് ബഹുമാന്യൻ. നമ്മെ ലോകം ആദരിക്കണമെങ്കിലും ചില മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്രകാരമല്ല. തെറ്റ് ചെയ്തവനെ, കുറ്റം ചെയ്തവനെ ആരാണ് ഈ ലോകത്തിൽ ബഹുമാനിക്കുക? പരാജയപ്പെട്ടവനെ ആരാണ് ആദരിക്കുക? എന്നാൽ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, നാം പാപികളായിരിക്കെ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി യാഗമായി തീരുകയും ചെയ്തു എന്നാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹം തന്നെയാണ് കർത്താവിന് നമ്മോടുള്ള ബഹുമാനം. ലോകം നമ്മുടെ പരാജയങ്ങളെ പറഞ്ഞ് മാനം കെടുത്തുമ്പോൾ ദൈവം നമ്മുടെ കുറവുകൾ നമ്മിൽ ഇരിക്കെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ലോകത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. തമ്പുരാന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ബഹുമാന്യ യോഗ്യരാണ്. ഒടുവിലായിട്ട് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം, തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി തമ്പുരാൻ ഏതറ്റം വരെയും പോകും എന്ന് ഈ വചനം ഉറപ്പു നൽകുന്നു. തന്റെ മക്കൾക്കായി ദൈവം ഏതറ്റം വരെയും പോയ സാഹചര്യങ്ങൾ തിരുവെഴുത്തിൽ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ലളിതമായി ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം, ഏതറ്റം വരെയും പോയതിന്റെ പ്രകടഭാവമാണ് കാൽവരി ക്രൂശിൽ നാം കണ്ടത്. നാം പാപികളായിരിക്കെ തന്നെ, പാപത്തിന് അധീരരായിരിക്കെ തന്നെ അവിടുത്തെ സ്നേഹം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയെ പ്രകടിപ്പിച്ച അനുഭവമാണ് കാൽവരി ക്രൂശിലെ പരമയാഗം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ, അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ചുള്ള ഭീതികൾ, ആരോഗ്യത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ദൈനംദിന കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഭീതികൾ ഒക്കെ നമ്മെ വേട്ടയാടുമ്പോൾ, പൈശാചികൻ അത്തരത്തിലൊക്കെ നമ്മെ തകർക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം എനിക്കും നിനക്കും തരുന്ന ഉറപ്പിതാണ്, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ചെങ്കടലിനെ 2ആക്കും, യോർദാനിൽ വഴി തുറക്കും, യെരിഹോവിന്റെ മതിലിനെ തകർത്തു കളയും, അമാലേക്കിനെ തോൽപ്പിച്ചു കളയും, ഫെലിസ്ത്യരെ തോൽപ്പിച്ചു കളയും. ദൈവജനത്തെ നടത്തിയതുപോലെ ഏതറ്റം വരെയും പോകുവാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഈ സർവശക്തനായ ദൈവം തയ്യാറാണ്. ഓർക്കുക, ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ലോകം നിന്നിൽ എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് കാണുമ്പോൾ മാത്രം ആദരിക്കുകയും വിലപ്പെട്ടതായും ബഹുമാനമുള്ളതായും കാണുകയും നിനക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ, ദൈവം നീ ഒന്നുമല്ലാതിരിക്കെ, ഒന്നും ഇല്ലാതിരിക്കെ നിനക്ക് വില കൽപ്പിക്കുന്നുണ്ട്, നിനക്ക് ബഹുമാനം നൽകുന്നുണ്ട്, ഏതറ്റം വരെയും നിനക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്.
അത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഒന്നുമില്ലാതിരിക്കെ ഞങ്ങൾ വിലപ്പെട്ടവരും ബഹുമാന്യരും ആയിരിക്കുമ്പോൾ കർത്താവെ, അതിനുള്ള യോഗ്യത എന്ത് എന്ന് ഞങ്ങളെ തന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പ ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ഒരു യോഗ്യതകളും ഇല്ലാതിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങളോട് കൂടെ നിൽക്കുവാൻ അവിടുന്ന് തുണ വരുന്നുവല്ലോ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശു മുഖാന്തരം കേൾക്കണമേ. ആമേൻ.